മോളുടെ പിറന്നാൾ വന്നപ്പോൾ ഒത്തിരി പേര് എവിടെയാണ് പാർട്ടി, ഏത് രാജ്യത്താണ് പോകുന്നത്, ഇതൊക്കെയായിരുന്നു ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. എനിക്ക് ആരെങ്കിലും ചിലപ്പോൾ ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാൽ പറ്റുന്നത്, എൻ്റെ മോളിൽ പറ്റുന്നത് നമുക്കും ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പം സോ ഹാപ്പി. എല്ലാ പിറന്നാളുകളും എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ റോഡിൽ ഇതേ ദിവസം ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചു പോയതാണെന്നറിയാമോ? അതെ, ഡിസംബർ 20. ഞാൻ ഒരു അച്ഛനായിട്ട് ഇന്ന് 1 വർഷമായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ടുഡേ ഈസ് ടു സ്പെഷ്യൽ ഫോർ അസ്. അപ്പം ഞങ്ങൾ 2 ഇപ്പം 3 അതെ. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങള് ഒരുപാട് പേര് എന്താണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. പക്ഷെ ഞങ്ങൾക്ക് ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനെക്കാട്ടും വലുത് ഇന്നത്തെ ദിവസം, ലൈക്ക് ഐ കാൻ ഫോർഗെറ്റ് മൈ എൻറ്റയർ ലൈഫ്. അത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. അപ്പം ഒരു കുഞ്ഞു ദിവസം, ഈ ഒരു ദിവസം ഇനി എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഇന്ന് മണ്ണാറശാല അമ്പലത്തിലാണ് യാത്ര തുടങ്ങുന്നത്. ഒരുപാട് ആചാരങ്ങൾക്കും വിശ്വാസങ്ങളും ഉള്ളൊരു അമ്പലം. ഇതാണ് നാരായണിയുടെ യാത്രകളാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പം നാരായണിയുടെ യാത്രയിൽ ഞങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോ നാരായണിയുടെ യാത്ര പോകുന്നത് നാരായണിയുടെ ബർത്ത്ഡേ ആയിട്ട് തന്നെയാണ്. ഇവിടെ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട്. രാവിലെ അമ്പലത്തില് ഇന്ന് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. മോളുടെ പിറന്നാൾ വന്നപ്പോൾ ഒത്തിരി പേര് എവിടെയാണ് പാർട്ടി, ഏത് രാജ്യത്താണ് പോകുന്നത്, ഇതൊക്കെയായിരുന്നു ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. പക്ഷേ എനിക്കെന്തോ മോളെ ഗർഭിണിയായിരുന്ന സമയം മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ്, എന്തെങ്കിലും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നടത്തുന്നതിന് പകരം ഒത്തിരി പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റണം. അപ്പം അങ്ങനെയാണ് എനിക്ക് ഓച്ചിറ അമ്പലത്തിനെ കുറിച്ച് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. ഇവിടെ ഒരു ജാതി മത ഭേദമന്യേ ആൾക്കാരെ ഒത്തിരി പേർക്ക് ഫുഡ് കൊടുക്കുന്നത്, ഒത്തിരി പേരെ കെയർ ചെയ്യുന്നത്, ഫുഡിനെക്കാട്ടിയും കൂടുതൽ കെയർ ചെയ്യുന്ന, അഗതിമാരെ ഒക്കെ കെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളുടെ ആദ്യത്തെ പിറന്നാളിന് ഞങ്ങളുടെ ഫുൾ ആഘോഷം അത് ഇവിടെ തന്നെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓച്ചിറ പരബ്രഹ്മം അമ്പലത്തിലെ അന്തേവാസികൾക്ക് ഊണ് കൊടുത്തുകൊണ്ട്, അന്ന് അവിടെ വരുന്ന എല്ലാവർക്കും ഊണ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിവസം ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിച്ച് എനിക്കത് പറ്റി. അപ്പം ഞാനും എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇന്ന് നമ്മളും അവരുടെ കൂടെ തന്നെ ഊണ് കഴിച്ച് ഹാപ്പി ആവും. ഈ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ഇതൊക്കെ കാണിക്കുകയാണ്, സത്യമായിട്ട് കാണിക്കുകയാണ്. കാരണം ഇങ്ങനെ നമുക്ക് കുറേ പേർക്ക് പോസിബിലിറ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നും. ഒത്തിരി പേര് പലയിടത്തും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇതും അറിയട്ടെ, ഇതും പ്രോപ്പറായിട്ട് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ ചെന്നെത്തുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പം കാണിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്.
ആരെങ്കിലും ചിലപ്പോൾ ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാൽ പറ്റുന്നത്, എൻ്റെ മോളിൽ പറ്റുന്നത് നമുക്കും ചെയ്തു ഉള്ളൂ കേട്ടോ. അപ്പം സോ ഹാപ്പി. എല്ലാ പിറന്നാളുകളും എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അന്നദാനമാണ്. നമ്മുടെ ഓഫീസിൻ്റെ പേര് തന്നെ അന്നദാന മന്ദിരമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഓഫീസ്. പിന്നെ ഇവിടെ നമ്മൾ രാവിലെ 9 മണിക്ക് മുതൽ 12 മണി വരെ കഞ്ഞി കിഴക്കുണ്ട്. 12 ആകുമ്പം ദിവസവും ഊണ് കൂടുണ്ട്. ഇതുപോലെ സദ്യ ഉള്ളത് 12 മണിക്ക് നമ്മൾ ഊണ് കൊടുക്കും ഇവിടെ. പിന്നെ കർക്കിടകം 31 ദിവസം എത്ര പേര് വന്നാലും നമ്മൾ 12 മണി മുതൽ 4-4:30 വരെ ഊണ് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ. ആദ്യം നമ്മൾ കയറ്റുന്നത് ഇവിടുത്തെ അന്തേവാസികളെയാണ്. അന്തേവാസികളെന്ന് ഇവിടുത്തെ അന്തേവാസി 2-3 കെട്ടിടമുണ്ട്. അതിനകത്ത് കിടക്കുന്നവർക്ക് മുൻഗണന അവർക്കാണ്. അവരുടെ പേരിലായി കാശ് വരുന്നതല്ല. നമ്മൾ ഇത്രയൊക്കെ നടത്തിയാലും നമ്മുടെ അന്നദാനത്തിന്റെ കാശ് മിച്ചമാണ് പിന്നെ വരുന്നത്. അതാണ് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഞാനായാലും ഇങ്ങനത്തെ കാര്യം വന്നപ്പോ, എനിക്ക് മോളുടെ ബർത്ത്ഡേ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യമാണ് ഓർമ്മ. ഇത് എൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെയും മാഡത്തിൻ്റെയും നാരായണി മോൾക്ക് ഞാൻ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, അതിൽ വലുതെന്തോ കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഇത് പിന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കുമോ സാറിനെ കൊണ്ട് തന്നെ ഒന്ന്? അല്ല, നാരായണി കുഞ്ഞിനെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിക്കുകയാണ്. ഇത് ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ട് സ്പെഷ്യലായിട്ട്. അപ്പം ഞങ്ങളുടെ മോളുടെ പിറന്നാൾ ആഘോഷം ഞങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷമാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക്, അല്ലേ? ഒരമ്മയെന്ന നിലയിൽ ഇന്ന് ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മോളുടെ 1ാം പിറന്നാളിന് ചെയ്യാൻ പറ്റിയത് ഞാനും വളരെയേറെ സന്തോഷിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലായി നമ്മൾ വീട്ടില് വലിയ ആഡംബരമായിട്ടൊക്കെ ചെയ്ത് അതിലുമൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരുപാട് അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തി. അവർക്ക് ഭക്ഷണമായിട്ട് നമ്മൾ അവരോട് തന്നെ കഴിച്ചു. അത്രയും ഒരു കാര്യങ്ങൾ ചെയ്തപ്പം നമുക്ക് ഭയങ്കര തൃപ്തിയായി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആകും, ഈ ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊന്നും വിചാരിച്ചില്ല. സർപ്രൈസ് പോലെ എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് കണക്കല്ല ബർത്ത്ഡേ എന്ന് വന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യാം എന്ന് കരുതി. പക്ഷെ ആ വെയിറ്റിംഗ് എനിക്ക് ഒരുപാട് സന്തോഷം തന്നെ. സത്യം, ഞാൻ ഇവരൊക്കെ എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ വേറെ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ. ഞാൻ ഗർഭിണിയായിരുന്ന സമയം മുതലേ എൻ്റെ ഒരു തോട്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. ശിവൻ സഹിച്ചത് പറ്റി. ഇനിയും എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ വർഷവും ഞാൻ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തന്നെ ശ്രമിക്കും. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ.